നമസ്കാരം. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാന വാർത്തകൾ നോക്കാം. കേന്ദ്രത്തോട് അധിക വായ്പ തേടി കേരളം. 6000 കോടി രൂപ അധിക കടം അനുവദിക്കണമെന്ന കേന്ദ്ര ധനമന്ത്രിക്ക് KN ബാലഗോപാലിന്റെ കത്ത്. അധിക വായ്പ ദേശീയപാതയ്ക്കായി ഏറ്റെടുത്ത ഭൂമിക്ക് നഷ്ടപരിഹാരം നൽകാനെന്നും വെട്ടിക്കുറച്ച 3225 കോടി രൂപ അനുവദിക്കണമെന്നും ആവശ്യം. വോട്ടർ പട്ടിക ക്രമക്കേട് ആരോപണത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്ത് പ്രതിപക്ഷ എംപിമാരുടെ പ്രതിഷേധ പ്രകടനം. ഭരണഘടന സംരക്ഷിക്കാനുള്ള യുദ്ധമെന്ന് രാഹുൽ ഗാന്ധി. വോട്ടർ പട്ടികയിൽ വിവാദ പ്രസ്താവന നടത്തിയ മന്ത്രി രാജണ്ണ മന്ത്രിസഭയിൽ നിന്ന് പുറത്ത്. വരുമാനം കൂട്ടാൻ ബെവ്കോ വീര്യം കുറഞ്ഞ മദ്യം വിൽക്കുന്നതിന് അനുമതി തേടി. ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലെ ഹോട്ടലുകളിൽ ഇൻസ്റ്റന്റ് ബിയർ നൽകിയാൽ 500 കോടി അധിക വരുമാനം ലഭിക്കുമെന്ന് MD ഹർഷിത അട്ടലൂരി. ബെവ്കോ ആപ്പ് സർക്കാർ അംഗീകരിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും MD. ഡൽഹിയിൽ തെരുവുനായ നിയന്ത്രണത്തിൽ നിർണായക ഉത്തരവുമായി സുപ്രീം കോടതി. തെരുവുനായ്ക്കളെ 8 ആഴ്ചയ്ക്കുള്ളിൽ ഷെൽട്ടറുകളിലേക്ക് മാറ്റണമെന്ന് ഉത്തരവ്. വീഴ്ചയുണ്ടായാൽ കടുത്ത നടപടിയെന്നും കോടതി. കോതമംഗലത്തെ 23-കാരി സോന എൽദോസ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പറവൂർ സ്വദേശി റമീസ് അറസ്റ്റിൽ. റമീസിനെതിരെ ചുമത്തിയത് ആത്മഹത്യാ പ്രേരണ, ദേഹോപദ്രവമേൽപ്പിക്കൽ തുടങ്ങിയ കുറ്റങ്ങൾ. റമീസിന്റെ കുടുംബാംഗങ്ങളെയും പ്രതി ചേർത്തേക്കും. ഗാസയിൽ ആക്രമണം തുടർന്ന് ഇസ്രായേൽ. 5 മാധ്യമപ്രവർത്തകർ കൊല്ലപ്പെട്ടു. ലക്ഷ്യം ഹമാസ് ആയിരുന്നുവെന്ന് ഇസ്രായേൽ. കേന്ദ്രത്തോട് അധിക വായ്പ തേടി കേരളം. 6000 കോടി രൂപ അധിക കടം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര ധനമന്ത്രിക്ക് മന്ത്രി KN ബാലഗോപാൽ കത്തയച്ചു. ദേശീയപാതയ്ക്കായി ഏറ്റെടുത്ത ഭൂമിക്ക് നഷ്ടപരിഹാരം നൽകാനാണ് അധിക വായ്പയെന്നും വെട്ടിക്കുറച്ച് 3225 കോടി അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ടു. വിവരങ്ങളുമായി അൺഫിലിറ്റ് ഡിസൂസ ചേരുന്നുണ്ട്. അൺഫിലിറ്റ്, ദേശീയപാതയ്ക്കായി ഏറ്റെടുത്ത ഭൂമിക്ക് നഷ്ടപരിഹാരം നൽകാൻ അധിക വായ്പ അനുവദിക്കണമെന്നാവശ്യപ്പെട്ടാണ് ഇപ്പോൾ കേന്ദ്രമന്ത്രിക്ക് കത്ത് നൽകിയിട്ടുള്ളത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? ജെനി, ഇപ്പോൾ നിലവിൽ സംസ്ഥാന ധനമന്ത്രി KN ബാലഗോപാൽ ഡൽഹിയിലാണുള്ളത്. അദ്ദേഹം കേന്ദ്ര ധനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. കേരളത്തിൻ്റെ ആവശ്യങ്ങൾ, അതായത് വിവിധ സമയത്തായി വിവിധ ഘട്ടങ്ങളിലായി കേന്ദ്രത്തിനുള്ള വായ്പയിൽ നിന്നുള്ള പല തുകകൾ പല ഘട്ടങ്ങളിലായി പല കാരണങ്ങൾ പറഞ്ഞ് കേന്ദ്രം കുറവ് വരുത്തിയിരിക്കുകയും വെട്ടിക്കുറയ്ക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ സാമ്പത്തികമായി കേന്ദ്രം കേരളത്തോട് പല കേന്ദ്രാവിഷ്കൃത പദ്ധതികളിലുമുള്ള കേന്ദ്ര നയം ഇതൊക്കെ തന്നെ കേരളത്തിന് അനുഭാവപൂർവമായ ഒരു സമീപനം കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകണം. കാരണം കേന്ദ്രം ഈ രീതിയിൽ സാമ്പത്തികമായി ഈ രീതിയിൽ കേരളത്തോട് ഒരു സമീപനം കാട്ടുകയാണെങ്കിൽ കേരളത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കിനെയൊക്കെ അത് പ്രതികൂലമായി ബാധിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇനി സാമ്പത്തികമായി കേരളത്തിന് മുന്നോട്ട് പോകണമെങ്കിൽ കേന്ദ്രത്തിൻ്റെ അനുഭാവപൂർവമായ സമീപനം ഉണ്ടാകണം. ഇക്കാര്യങ്ങളൊക്കെ ആവശ്യപ്പെട്ടായിരുന്നു കേന്ദ്ര ധനമന്ത്രിയോട് സംസ്ഥാന ധനമന്ത്രി KN ബാലഗോപാൽ കൂടിക്കാഴ്ച നടത്തിയത്. അതിനു പുറമെയാണ് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേന്ദ്ര ധനമന്ത്രിക്ക് സംസ്ഥാന ധനമന്ത്രി കത്ത് നൽകുകയും ചെയ്തിരുന്നു. അതിൽ പ്രധാനമായും ഉന്നയിക്കുന്നത് സംസ്ഥാനത്ത് വായ്പ നൽകിയ സമയത്ത് ഈ ഗ്യാരണ്ടി ഫണ്ടിങ്, അതായത് ഗ്യാരണ്ടി റിഡക്ഷൻ ഫണ്ട് എന്നതിൻ്റെ പേരിൽ അധികമായി വായ്പയിൽ നിന്ന് 3233 കോടി രൂപ കുറവ് വരുത്തിയിരുന്നു. ഇത് വെട്ടിക്കുറച്ചിരുന്നു. ഈ ഗ്യാരണ്ടി വായ്പാ ഫണ്ടിൻ്റെ പേരിൽ ഈ തുക, അതായത് 3323 കോടി രൂപ അന്ന് വെട്ടിക്കുറച്ച തുക അടിയന്തരമായി തിരികെ നൽകണമെന്നതാണ് പ്രധാനമായും കേരളം ഉന്നയിക്കുന്ന ആവശ്യം. കാരണം അത് വലിയൊരു തുകയാണ്. ഈ തുക ഉടനെ തന്നെ തിരികെ നൽകണം. അന്ന് വെട്ടിക്കുറച്ച തുകയാണ്. ഈ തുക ഉടൻ തന്നെ തിരികെ നൽകണമെന്നൊരു കാര്യമാണ് സംസ്ഥാന ധനമന്ത്രി പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്നത്. അതോടൊപ്പം തന്നെയും മുൻകാലങ്ങളിലെ വായ്പകൾ, അധികമായി നൽകിയ വായ്പകളും ഇത്തവണത്തെ അധികമായി നൽകിയ വായ്പകളും തമ്മിൽ ക്രമീകരിച്ചപ്പോൾ ഒരു 1877 കോടിയുടെ ഒരു കുറവ് വന്നിരുന്നു. ഇതും കേന്ദ്ര സർക്കാർ വെട്ടിക്കുറച്ചിരുന്നു. ഈ തുകയും തിരികെ നൽകാനുള്ള നടപടി സ്വീകരിക്കണമെന്നും സംസ്ഥാന സർക്കാർ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിരുന്നു. ഒപ്പം തന്നെയും ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് ദേശീയപാതയിൽ സ്ഥലം ഏറ്റെടുപ്പുമായി ബന്ധപ്പെട്ട് കേന്ദ്രത്തിൻ്റെ വിഹിതവും സംസ്ഥാനത്തിൻ്റെ വിഹിതവും വന്നപ്പോൾ ഇതിൻ്റെ 25% സംസ്ഥാന സർക്കാരാണ്
വഹിച്ചത്. ആ സമയത്ത് സംസ്ഥാനത്തിന് ഈ 25% നൽകാനുള്ള തുകയില്ലാത്തതിനാൽ അപ്പോഴും കേന്ദ്രത്തിൽ നിന്ന് സംസ്ഥാനം കടം വാങ്ങുകയായിരുന്നു. ഈ കടം വാങ്ങിയ തുക പിന്നീട് വായ്പാ പരിധിയിൽ വന്നപ്പോൾ ഈ തുക കേന്ദ്രം വെട്ടിക്കുറച്ച ശേഷം ബാക്കി തുകയാണ് സംസ്ഥാനത്തിന് നൽകിയത്. എന്നാൽ അന്ന് വെട്ടിക്കുറച്ച ആ തുക തിരികെ ഇപ്പോൾ ലഭിക്കണമെന്നൊരു ആവശ്യം കൂടി സംസ്ഥാനം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെയും ഈ സംസ്ഥാനത്ത് വിവിധ ആവശ്യങ്ങൾ, വിവിധ ഫണ്ടിൻ്റെ പേരിൽ കേരളം വെട്ടിക്കുറച്ച് സംസ്ഥാനത്തിന് നൽകേണ്ട തുകയിൽ നിന്ന് വെട്ടിക്കുറച്ചൊരു 965 കോടി രൂപ അല്ലാതെയുമുണ്ട്. ഈ തുക അങ്ങനെ പല ഘട്ടങ്ങളിൽ പല കാരണങ്ങൾ പറഞ്ഞ് കേന്ദ്ര സംസ്ഥാനത്തിൻ്റെ പല തുകകൾ വെട്ടിക്കുറച്ചിരുന്നു. ഈ തുകകളൊക്കെ അടിയന്തരമായി തിരികെ നൽകണമെന്ന് ആവശ്യപ്പെടുന്നു. അതോടൊപ്പം തന്നെ ഇത്തവണ വായ്പ നൽകുമ്പോൾ നിലവിലെ വായ്പാ പരിധിക്ക് അപ്പുറത്തേക്ക് മറ്റ് വ്യവസ്ഥകളൊന്നുമില്ലാതെ അധികമായി ഒരു 6000 കോടി കൂടി നൽകണം. അങ്ങനെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കേന്ദ്രത്തോട് കേന്ദ്ര ധനമന്ത്രിക്ക് സംസ്ഥാന ധനമന്ത്രി ഡൽഹിയിൽ കത്ത് നൽകുകയും അപ്പോൾ സംസ്ഥാനത്തിൻ്റെ വിവിധ ആവശ്യങ്ങൾ കേന്ദ്ര ധനമന്ത്രാലയത്തോട് കൂടിക്കാഴ്ചയിൽ മുന്നോട്ട് വയ്ക്കുകയും ഒക്കെ ചെയ്തിരുന്നു. സംസ്ഥാനത്തോട് കേന്ദ്രം അനുഭാവപൂർവമായ ഒരു സമീപനം ഉണ്ടാകുമ്പോൾ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ അതേസമയം ഈ പല ഘട്ടങ്ങളിലായി പല കാരണങ്ങൾ പറഞ്ഞാണ് കേന്ദ്ര സർക്കാർ ഈ തുകകളൊക്കെ വെട്ടിക്കുറച്ചത്. നിലവിലെ സാഹചര്യത്തിൽ കേന്ദ്രം എത്രത്തോളം അനുഭാവപൂർവമായ സമീപനമാകും? കാരണം കേന്ദ്രം ഓരോ തവണയും വെട്ടിക്കുറയ്ക്കുമ്പോൾ കേന്ദ്രത്തിന് പറയാൻ നിരവധി ന്യായീകരണങ്ങൾ ഉണ്ടായിരുന്നു. ആ ന്യായീകരണങ്ങളുടെ പുറത്ത് തന്നെ ഇത്തവണ മുറുകെ പിടിക്കുമോ എന്നറിയില്ല. എന്നാൽ സംസ്ഥാനത്തിൻ്റെ ധനസ്ഥിതിയിൽ മോശമായ സ്ഥിതിയിലാണ് മുന്നോട്ട് പോകുന്നത്. മാത്രമല്ല ഇനി അങ്ങോട്ട് ഓണം ഫെസ്റ്റിവൽ, ഓണം ഉത്സവമൊക്കെ വരുന്നൊരു സാഹചര്യത്തിൽ സംസ്ഥാനത്തിന് വലിയ രീതിയിൽ തന്നെ ആഭ്യന്തര വരുമാനത്തിലൊക്കെ തന്നെ ഇടിവ് വരുന്നൊരു സാഹചര്യം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ചിലവേറെ വരുന്നൊരു സമയവും ഒരു സാമ്പത്തിക വർഷവും കൂടിയാണ്. അത് ഇക്കാരണങ്ങളൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ കേന്ദ്രത്തോട് പല ഘട്ടങ്ങളിലായി വെട്ടിക്കുറച്ച തുകകളൊക്കെ തിരികെ നൽകണമെന്നും ഒപ്പം അതിനു പുറമെ ഒരു 6000 കോടി അധികമായി വായ്പയായി അനുവദിക്കണമെന്നും സംസ്ഥാന ധനമന്ത്രി കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ശരി, അധിക വായ്പ അനുവദിക്കണമെന്നാണ് മന്ത്രി KN ബാലഗോപാൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമന് കത്തയച്ചിട്ടുള്ളത്. 6000 കോടി രൂപ അധിക കടം അനുവദിക്കണമെന്നാണ് ആവശ്യം. വോട്ടർ പട്ടികയിലെ ക്രമക്കേട് ആരോപിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിലേക്ക് പ്രതിപക്ഷ MP-മാർ നടത്തിയ മാർച്ചിൽ നാടകീയ രംഗങ്ങൾ. പോലീസും പ്രതിഷേധക്കാരും തമ്മിൽ സംഘർഷമുണ്ടായി. രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി അടക്കമുള്ള നേതാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുമായുള്ള കൂടിക്കാഴ്ച പ്രതിപക്ഷം ഉപേക്ഷിച്ചു. പാർലമെന്റ് പരിസരത്ത് നിന്ന് 1 കിലോമീറ്റർ അകലെയുള്ള കമ്മീഷൻ ആസ്ഥാനത്തേക്കായിരുന്നു പ്രകടനം നടന്നത്. മലയാളം അടക്കമുള്ള ഭാഷകളിൽ വോട്ട് മോഷണം എന്നെഴുതിയ പ്ലക്കാർഡുകൾ ഉയർത്തിപ്പിടിച്ചായിരുന്നു പ്രതിഷേധം. രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, അഖിലേഷ് യാദവ്, കനിമൊഴി, സുപ്രിയ സുലെ തുടങ്ങിയ മുൻനിര നേതാക്കളടക്കം 300 MP-മാരാണ് മാർച്ചിൽ പങ്കെടുത്തത്. മോദി ചോർ ഹേ എന്നതടക്കമുള്ള മുദ്രാവാക്യങ്ങൾ ഉയർത്തിയായിരുന്നു പ്രതിഷേധം. രാവിലെ 11:30 പാർലമെന്റിൽ നിന്ന് കാൽനടയായി ആരംഭിച്ച മാർച്ച് ട്രാൻസ്പോർട്ട് ഭവന് മുന്നിൽ വെച്ച് പോലീസ് തടഞ്ഞു. പിരിഞ്ഞു പോകണമെന്ന് പോലീസ് MP-മാരോട് ആവശ്യപ്പെട്ടു. എന്നാൽ MP-മാർ തയ്യാറായില്ല. മാർച്ച് പോലീസ് തടഞ്ഞതിനെ തുടർന്ന് MP-മാർ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച MP-മാരും പോലീസും തമ്മിൽ സംഘർഷമുണ്ടായി. രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, KC വേണുഗോപാൽ അടക്കമുള്ള നേതാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഭരണഘടന ഉയർത്തിപ്പിടിച്ച് പ്രിയങ്ക പ്രതിഷേധിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യത തകർക്കരുതെന്ന് ശശി തരൂർ പ്രതികരിച്ചു. The Election Commission, I believe, not only has a responsibility to the nation, but it has a responsibility to itself. That there should not be any doubts left in the minds of the public. മാർച്ചിനിടെ ബഹുവ മൊയ്ത്ര MP-ക്ക് ദേഹാസ്വാസ്ഥ്യമുണ്ടായി. ചികിത്സ നൽകണമെന്ന് MP-മാർ ആവശ്യപ്പെട്ടു. ഇത് രാഷ്ട്രീയ പോരാട്ടമല്ലെന്നും ഭരണഘടന സംരക്ഷിക്കാനുള്ള പോരാട്ടമാണെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. एक्चुअली बात नहीं कर सकते, रियलिटी ये है क्योंकि सच्चाई देश के सामने है और ये जो लड़ाई है ये राजनीतिक नहीं है, ये कॉन्स्टिट्यूशन की लड़ाई है, कॉन्स्टिट्यूशन को बचाने की लड़ाई है, 1 man 1 वोट की लड़ाई है. കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികളുടെ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് സമയം അനുവദിച്ചിരുന്നു. എന്നാൽ കമ്മീഷനെ കാണുന്നതിൽ നിന്ന് പ്രതിപക്ഷ MP-മാർ പിന്മാറി. എല്ലാ MP-മാരെയും കമ്മീഷണർമാരെ കാണാൻ അനുവദിക്കണമെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആവശ്യം. എന്നാൽ 30 പേരെ അനുവദിക്കുകയുള്ളൂ എന്ന് അധികൃതർ അറിയിച്ചു. ഇതിൽ പ്രതിഷേധിച്ചായിരുന്നു പിന്മാറ്റം. കർണാടകയിലെ ബംഗളൂരു സെൻട്രൽ മണ്ഡലത്തിൽ നടന്ന വോട്ടർ പട്ടിക ക്രമക്കേട് ഉയർത്തിക്കാട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ കഴിഞ്ഞ ദിവസമാണ് രാഹുൽ ഗാന്ധി രംഗത്തെത്തിയത്. വിഷയമുയർത്തി രാഷ്ട്രീയ പ്രചാരണം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തേക്ക് പ്രതിപക്ഷ MP-മാർ മാർച്ച് നടത്തിയത്. കർണാടക ചീഫ് ഇലക്ടറൽ ഓഫീസർ രാഹുലിന്റെ ആരോപണം തള്ളിയിരുന്നു. തെളിവ് ഹാജരാക്കാൻ രാഹുൽ ഗാന്ധിയോട് ആവശ്യപ്പെടുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്.
രംഗങ്ങൾ വോട്ടർ പട്ടികയിൽ വിവാദ പ്രസ്താവന നടത്തിയ മന്ത്രി രാജണ്ണയെ പുറത്താക്കിയെന്ന് നേതൃത്വം അറിയിച്ചു. എന്നാൽ രാജിവെച്ചിട്ടില്ലെന്ന് രാജണ്ണ നിയമസഭയെ അറിയിച്ചു. രാജണ്ണയുടെ പരാമർശത്തിൽ സർക്കാർ വിശദീകരണം നൽകണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. വോട്ടർ പട്ടിക ക്രമക്കേട് ആരോപണത്തിൽ കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കി KN രാജണ്ണ നേരത്തെ രംഗത്തെത്തിയിരുന്നു. കോൺഗ്രസ് ഭരണകാലത്താണ് വോട്ടർ പട്ടിക തയ്യാറാക്കിയതെന്നും വേണ്ട സമയത്ത് പരാതി അറിയിച്ചില്ലെന്നുമാണ് ഇദ്ദേഹം പറഞ്ഞത്. ഇതിന് പിന്നാലെ രാജണ്ണയോട് ഹൈക്കമാൻഡ് രാജി ആവശ്യപ്പെടുകയായിരുന്നു. മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ വിശ്വസ്തനാണ് രാജണ്ണ. വസ്തുത അറിയാതെ രാജണ്ണ പ്രസ്താവന നടത്തരുതെന്ന് DK ശിവകുമാർ ആവശ്യപ്പെട്ടു. Mr. KN Rajanna is totally false. He doesn't know. My chief minister will reply to it, and my party high command. And your party leader has to reaction my party, see Delhi, and the chief minister will react to it. വോട്ടർ പട്ടിക ക്രമക്കേടിനെതിരെ രാഹുൽ ഗാന്ധി നടത്തുന്നത് ലോക ചരിത്രത്തിൽ അടയാളപ്പെടുത്തുന്ന സമരമാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. തൃശൂരിൽ വ്യാപകമായി വ്യാജ വോട്ടുകൾ ചേർത്തു. കൂടുതൽ വിവരങ്ങൾ പുറത്തുകൊണ്ടുവരാൻ പാർട്ടി ശ്രമിക്കും. മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തകർ ജാഗരൂകരായിരിക്കണം. വോട്ടർ പട്ടിക പുറത്തുവന്നാൽ പ്രത്യേക പരിശോധന നടത്തുമെന്നും VD സതീശൻ തൃശൂരിൽ പറഞ്ഞു. തൃശൂരിൽ വ്യാപകമായി വോട്ട് ചേർക്കപ്പെട്ടിട്ടുണ്ട്, വ്യാജ വോട്ടർ ചേർക്കപ്പെട്ടിട്ടുണ്ട്. പല വീടുകളിലും ഇപ്പോൾ രാഹുൽ ഗാന്ധി എടുത്ത് കാണിച്ച ഒറ്റമുറിയുള്ളൊരു വീട്ടിൽ 60 പേരെയാണ് ചേർത്തിരിക്കുന്നത്. അതുപോലത്തെ സംഭവങ്ങൾ തൃശ്ശൂരിൽ ഈ ടൗണിൽ വോട്ട് ചേർത്തിട്ടുണ്ട്. വ്യാപകമായി പ്ലാൻ ചെയ്ത് തെരഞ്ഞെടുപ്പിന് മുമ്പ് ദേശീയ തലത്തിൽ പല സംസ്ഥാനങ്ങളിലും ഉത്തർപ്രദേശിലും മഹാരാഷ്ട്രയിലും കർണാടകത്തിലും എല്ലാം നടപ്പാക്കിയ സംവിധാനം കേരളത്തിൽ തൃശ്ശൂരിലാണ് BJP നടപ്പിലാക്കിയത്. അതിൻ്റെ മുഴുവൻ വിവരങ്ങളും പുറത്തു കൊണ്ടുവരും. കോൺഗ്രസ് പാർട്ടിയും അതിനു വേണ്ടിയിട്ടുള്ള പരിശോധനകളുടെ ഭാഗമാണ്. തീർച്ചയായിട്ടും ഇപ്പോൾ പുറത്തു വന്ന വിവരങ്ങൾ തന്നെ അതിനെ ചൂണ്ടിക്കാണിക്കുന്ന സംഭവങ്ങളാണ്. അത് അവിടെ നടത്തിയ വലിയ തോതിലല്ലെങ്കിൽ പോലും ഇവിടെ വ്യാപകമായി തൃശ്ശൂരിൽ അത് നടത്തിയിട്ടുണ്ട്. അത് ഒരു രഹസ്യവും മൂടിവെക്കാൻ പറ്റില്ല. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ 2024 നടന്ന തെരഞ്ഞെടുപ്പിൽ ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ച് കള്ളവോട്ടുകൾ ചേർത്തതായി പരാതി. പൂങ്കുന്നത്തെ ഫ്ളാറ്റിൽ ഉടമ അറിയാതെ 9 കള്ളവോട്ടുകൾ ചേർത്തുവെന്ന് ഫ്ളാറ്റ് ഉടമ പ്രസന്ന പറയുന്നു. ക്യാപിറ്റൽ വില്ലേജ് അപ്പാർട്ട്മെന്റിലെ 4C എന്ന ഫ്ളാറ്റിലാണ് ക്രമക്കേട് നടന്നത്. വീട്ടിൽ തനിക്ക് മാത്രമാണ് വോട്ടുള്ളതെന്നും ബാക്കി അംഗങ്ങൾക്ക് പൂച്ചിന്നിപ്പാടത്താണ് വോട്ടെന്നും ബാക്കിയുള്ളവ ആര് ചേർത്തുവെന്ന് അറിയില്ലെന്നും കള്ളവോട്ടുകളെക്കുറിച്ച് പരാതി നൽകിയിരുന്നുവെന്നും ഫ്ളാറ്റ് ഉടമ പ്രസന്ന പറഞ്ഞു. ഇവിടെ ഞങ്ങളുടെ ഫ്ലാറ്റിൻ്റെ 4Cയുടെ പേരിൽ 9 വോട്ട് കള്ളവോട്ട് ചേർത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. എനിക്ക് മാത്രമേ കഴിഞ്ഞ പ്രാവശ്യം വോട്ടുള്ളൂ. ഞങ്ങൾക്ക് പൂച്ചിന്നിപ്പാടത്താണ് ഞങ്ങളുടെ തറവാടും കാര്യങ്ങളൊക്കെ, അവിടെയാണ് ഞങ്ങൾക്ക് വോട്ട്. അപ്പോൾ എൻ്റെ പേര് മാത്രം ഉണ്ടായിരുന്നില്ല അവിടെ വോട്ട് വന്നപ്പോൾ. അങ്ങനെയാണ് ഇവിടെ എൻ്റെ പേര് ചേർത്തത് കഴിഞ്ഞ പ്രാവശ്യം. തൃശൂർ അയ്യന്തോൾ കാഞ്ഞിരപ്പള്ളത്തെ വാട്ടർ ലില്ലി, പൂങ്കുന്നത്തെ ക്യാപിറ്റൽ വില്ലേജ്, ഇൻലാൻഡ്, ഉദയാനഗർ തുടങ്ങിയ ഫ്ളാറ്റുകളിലെ ക്രമക്കേടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇവിടങ്ങളിലെ വലിയൊരു വിഭാഗം ഫ്ളാറ്റുകളും ഒഴിഞ്ഞുകിടക്കുകയാണ്. ഇതിന്റെ മറവിലാണ് വോട്ടർ പട്ടികയിൽ ഈ ഫ്ളാറ്റുകളുടെ അഡ്രസ് നൽകി വോട്ട് ചേർത്തിരിക്കുന്നത്. വോട്ടർ പട്ടികയിലെ ചട്ടങ്ങൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ലഘൂകരിച്ചുവെന്നും മിസ് കോൾ അടിച്ചാൽ BJP മെമ്പർഷിപ്പ് കിട്ടുന്നത് പോലെയാണ് വോട്ടർ പട്ടികയിൽ പേര് ചേർത്തതെന്നും VS സുനിൽകുമാർ പറഞ്ഞു. ഇത്രയും ഗുരുതരമായ ഒരു ഭരണഘടനാ സ്ഥാപനത്തിൻ്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള വിവരങ്ങൾ പുറത്തു വരുമ്പോൾ സുവോമോട്ട് അന്വേഷിക്കുമെന്ന് പ്രഖ്യാപിക്കലാണ് അതിൻ്റെ സൗന്ദര്യം ശരിയെന്ന് പറയുന്നത്. അതിന് പകരം ഞങ്ങളൊക്കെ ഇനി സത്യവാങ്മൂലം കൊടുത്താലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ സത്യവാങ്മൂലം കൊടുത്തിട്ടാണെങ്കിലും ഈ വിവരങ്ങൾ ഇലക്ഷൻ കമ്മീഷന് മുമ്പിൽ കൊണ്ടുവരും. ഈ ഇലക്ഷൻ കമ്മീഷന് മുമ്പിൽ കൊണ്ടുവന്നാൽ ഇവിടെയുള്ള ഇലക്ഷൻ ക്യാൻസലാക്കാൻ വേണ്ടി ഒന്നല്ല ഞാൻ പറയുന്നത്. അതിനുവേണ്ടിയുള്ള കേസ് വേറെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹൈക്കോടതിയിൽ ആ കേസ് കൊടുത്തിട്ടുണ്ട്. രാജ്യത്തുടനീളം BJP നടത്തിയ തിരഞ്ഞെടുപ്പ് അട്ടിമറി തൃശൂരിലും നടന്നുവെന്നതാണ് ചൂണ്ടിക്കാണിക്കുന്നതെന്ന് DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റും ആരോപിച്ചു. ഇത് ചേർത്തുന്ന സമയത്ത് ഉത്തരവാദിത്തത്തിലുണ്ടായിരുന്ന BLOമാർ തൊട്ട് ജില്ലാ കളക്ടർ വരെയുള്ളവരുടെ നടപടികൾ അതാണ് പരിശോധിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ക്രമക്കേട് നടന്നു എന്നുള്ളത് സ്പഷ്ടമാണ്. രാഹുൽ ഗാന്ധി ഉന്നയിച്ച രാജ്യവ്യാപകമായിട്ട് നടക്കുന്ന ക്രമക്കേട് എന്നുള്ളത് കാണിക്കുമ്പോൾ ഇങ്ങ് അറ്റത്ത് കേരളത്തിലെ BJPയുടെ ഒരു MP ജയിച്ച തൃശ്ശൂരിലും അതുണ്ട് എന്നുള്ളത് ഞങ്ങൾ അതിൻ്റെ പ്രാഥമികമായ ആ തെളിവ് സഹിതം ഞങ്ങൾ പറയാം. തൃശൂരിലെ ജനവിധി അട്ടിമറിച്ചുവെന്നും കൗണ്ടിംഗ് ദിവസം മുതൽ അട്ടിമറി ശ്രമം നടന്നിരുന്നുവെന്നും K മുരളീധരനും ആരോപിച്ചു. ഇതിലെ വ്യക്തമായിട്ടുള്ള ഗൂഢാലോചന ഞങ്ങൾ അന്ന് തന്നെ സൂചിപ്പിച്ച ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ച് വോട്ട് ചേർത്തു എന്ന് ആദ്യം പരാതി പറഞ്ഞ UDF ആണ്. ഇന്ന് അത് വ്യക്തമായി അത് തെളിയിക്കുന്ന രേഖകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. തൃശ്ശൂരിൽ യഥാർത്ഥത്തിൽ ജനവിധി അട്ടിമറിച്ച വോട്ടുകൾ മറ്റു ജില്ലകളിൽ നിന്നും തൃശൂരിലേക്ക് മാറ്റിച്ചേർക്കുകയാണ് ഉണ്ടായിരിക്കുന്നത്.
വ്യാജ മേൽവിലാസം ഉണ്ടാക്കിയിരുന്നവരെ യഥാർത്ഥ ഫ്ളാറ്റ് ഉടമയ്ക്ക് പരിചയം പോലുമില്ല എന്നതാണ് വിഷയം ഗൗരവമാക്കുന്നത്. അമൃത ന്യൂസ്, തൃശൂർ. പരിഷ്കരിച്ച ആദായ നികുതി ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചു. ധനമന്ത്രി നിർമ്മല സീതാരാമനാണ് ബിൽ അവതരിപ്പിച്ചത്. പ്രതിപക്ഷത്തിന്റെ അഭാവത്തിലായിരുന്നു അവതരണം. ഫെബ്രുവരി 13 ലോക്സഭയിൽ അവതരിപ്പിച്ച ആദായ നികുതി ബില്ലിൽ സെലക്ട് കമ്മിറ്റി നിരവധി മാറ്റങ്ങൾ നിർദ്ദേശിച്ചിരുന്നു. സെലക്ട് കമ്മിറ്റി നൽകിയ നിർദ്ദേശങ്ങൾ കണക്കിലെടുത്താണ് ബില്ലിന്റെ പുതുക്കിയ പതിപ്പ് കൊണ്ടുവരുന്നത്. ദേശീയ കായിക ഭരണ ബില്ലും ലോക്സഭ പാസാക്കി. വീര്യം കുറഞ്ഞ മദ്യം വിൽക്കുന്നതിന് അനുമതി തേടി ബെവ്കോ. ഓൺലൈൻ വഴിയുള്ള മദ്യവിൽപ്പനയ്ക്കുള്ള ബെവ്കോയുടെ ശുപാർശ സർക്കാർ അംഗീകരിച്ചിട്ടില്ല. വീര്യം കുറഞ്ഞ മദ്യത്തിന് അനുമതി നൽകിയാൽ അധിക വരുമാനമുണ്ടാകുമെന്നാണ് ബെവ്കോയുടെ വാദം. ടൂറിസം കേന്ദ്രങ്ങളിലെ ഹോട്ടലുകളിൽ ഇൻസ്റ്റന്റ് ബിയർ വിൽക്കാൻ അനുമതി തേടി ബെവ്കോ. ഡ്രാഫ്റ്റ് ബിയറിനും ക്രാഫ്റ്റ് ബിയറിനും അനുമതി നൽകണമെന്നും ടൂറിസം കേന്ദ്രങ്ങളിലെ ഹോട്ടലുകളിലും റെസ്റ്റോറന്റുകളിലും ഇവ വിൽക്കാൻ അനുമതി നൽകിയാൽ അധിക വരുമാനം ഉണ്ടാകുമെന്നും ബെവ്കോ നൽകിയ ശുപാർശയിൽ പറയുന്നു. ബ്രൂവറികളിൽ നിന്ന് തത്സമയം വിവിധ ഫ്ലേവറുകളിൽ ഉണ്ടാക്കുന്നതാണ് ക്രാഫ്റ്റ് ബിയർ. കുപ്പികളിലെ ബിയറിന് പകരം മെഷീനിൽ നിന്ന് നേരിട്ട് പകർന്നു നൽകുന്നതാണ് ഡ്രാഫ്റ്റ് ബിയർ. നിരവധി കമ്പനികൾ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. വിദേശ ബിയർ വിൽപ്പനയ്ക്കും അനുമതി നൽകണമെന്നാണ് ബെവ്കോ ശുപാർശ നൽകിയിട്ടുള്ളത്. വീര്യം കുറഞ്ഞ മദ്യത്തിന് അനുമതി നൽകിയാൽ 500 കോടി അധിക വരുമാനമുണ്ടാകുമെന്നാണ് ബെവ്കോ വ്യക്തമാക്കുന്നത്. ഓൺലൈൻ വഴിയുള്ള മദ്യവിൽപ്പനയ്ക്കായി ബെവ്കോ ശുപാർശ നൽകിയിരുന്നെങ്കിലും ഇക്കാര്യം പരിഗണനയില്ലെന്ന് എക്സൈസ് മന്ത്രി എം.ബി. രാജേഷ് വ്യക്തമാക്കി. എന്നാൽ വീര്യം കുറഞ്ഞ മദ്യം വിൽക്കുന്ന കാര്യം പരിഗണനയിലുണ്ടെന്നും എം.ബി. രാജേഷ് പറഞ്ഞിരുന്നു. വീര്യം കുറഞ്ഞ മദ്യം വിൽക്കുന്നതിൽ സർക്കാർ നിലപാട് അനുകൂലമായതിനാൽ ഇൻസ്റ്റന്റ് ബിയർ വിൽക്കാൻ അനുമതി ലഭിക്കുമെന്നാണ് ബെവ്കോയുടെ പ്രതീക്ഷ. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലെ ഹോട്ടലുകളിൽ ഇൻസ്റ്റന്റ് ബിയർ വിതരണം ചെയ്യുകയാണെങ്കിൽ 500 കോടിയുടെ അധിക വരുമാനം ലഭിക്കുമെന്ന് ബെവ്കോ MD ഹർഷിത അട്ടല്ലൂരി. ശുപാർശ സർക്കാർ പരിഗണിക്കുമെന്നാണ് പ്രതീക്ഷ. ഓൺലൈൻ മദ്യവിൽപ്പന ഭാവിയിൽ സർക്കാർ അംഗീകരിക്കുമെന്ന് തന്നെയാണ് കരുതുന്നതെന്നും ഹർഷിത അട്ടല്ലൂരി അമൃത വാർത്തകളോട് പറഞ്ഞു. ഒരു 500 crores എങ്കിലും മിനിമം അത് കൂടും, ഇഫ് നോട്ട് മോർ ദാൻ ദാറ്റ്. കാരണം നമുക്ക് വി ഹാവ് ദ ബെസ്റ്റ് ബീച്ചസ് ഇൻ ദ കൺട്രി, അത് നമുക്കറിയാം. പക്ഷേ ഇപ്പോഴും പിന്നെ ടൂറിസ്റ്റ് എന്താ പറയുന്നത്, ഗോവ. ബിക്കോസ് ഗോവ ദർ ഇസ് ദാറ്റ് കൈൻഡ് ഓഫ് എൻവയൺമെൻറ്റിനാണ് അവർ വിചാരിക്കുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് ഈ ഇങ്ങനത്തെ വൈബ്രൻറ്റ് നൈറ്റ് ലൈഫ് ആയാലും ശരി, ദിസ് കൈൻഡ് ഓഫ് ഫെസിലിറ്റീസ് ഉണ്ടെങ്കിൽ അത്രയും ടൂറിസ്റ്റ് നമുക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റും. അട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സർക്കാരിന് റവന്യൂവും കിട്ടും. ഇറ്റ്സ് അവൈലബിൾ ഓൺലൈൻ. ഇറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് എവറിബഡി വിൽ സ്റ്റാർട്ട് ഡ്രിങ്കിങ് അല്ലെങ്കിൽ കൂടുതൽ ഡ്രിങ്ക് ചെയ്യുമെന്ന് പറയുന്നത് ശരിയല്ല. സോ വെൻ ഇറ്റ് ഇസ് ലീഗൽ യു ഷുഡ് ഗിവ് എ ഡിഗ്നിഫൈഡ് എൻവയൺമെൻറ്റ്. ഇടുക്കി ചൊക്രമുടിയിൽ സർക്കാർ ഭൂമി കയ്യേറി നിർമ്മിച്ച റിസോർട്ട് റവന്യൂ വകുപ്പ് ഏറ്റെടുത്തു. വിന്റർ ഗാർഡൻ എന്ന പേരിൽ പ്രവർത്തിച്ചിരുന്ന റിസോർട്ടാണ് ഏറ്റെടുത്തത്. റിസോർട്ട് പ്രവർത്തിച്ചിരുന്ന ഭൂമിയുടെ പട്ടയം വ്യാജമെന്ന് കണ്ടെത്തി റദ്ദാക്കിയിരുന്നു. ഇടുക്കി ചൊക്രമുടി കവാടത്തിന് സമീപമുള്ള 1 ഏക്കർ 5 സെന്റ് ഭൂമിയുടെ പട്ടയമാണ് ദേവികുളം സബ് കളക്ടർ റദ്ദ് ചെയ്തത്. ഇവിടെ പ്രവർത്തിച്ചിരുന്ന വിന്റർ ഗാർഡൻ റിസോർട്ട് റവന്യൂ വകുപ്പ് ഏറ്റെടുത്ത് സീൽ ചെയ്ത് സർക്കാർ ബോർഡ് സ്ഥാപിച്ചു. മാക്സിമം പുറമ്പോക്ക് എവിടെയുണ്ടെങ്കിലും അത് ആരെങ്കിലും കൈവശപ്പെടുത്തിയാൽ നമുക്ക് തിരിച്ചെടുക്കേണ്ടത് നമ്മുടെ ഡ്യൂട്ടിയാണ്. അത് തന്നെ. മേരിക്കുട്ടി വർഗീസ് എന്നയാളുടെ പേരിലാണ് വ്യാജരേഖ ചമച്ച് ഭൂമിക്ക് പട്ടയമുണ്ടാക്കിയത്. പട്ടയത്തിനുള്ള അപേക്ഷ, രജിസ്റ്റർ, പട്ടയം നൽകുന്ന രജിസ്റ്റർ, പട്ടയ മഹസർ, പതിവ് ലിസ്റ്റ് തുടങ്ങിയ രേഖകൾ ഒന്നുമില്ല എന്ന് കണ്ടെത്തിയതോടെ പട്ടയം റദ്ദു ചെയ്യുകയായിരുന്നു. ഇതുകൂടാതെ ചൊക്രമുടിയിലെ 4 പട്ടയങ്ങളിലായി 60ഓളം പേരുടെ കൈവശം 13 ഏക്കറിലധികം ഭൂമിയുള്ളതായും കണ്ടെത്തി. വരും ദിവസങ്ങളിലും നടപടി തുടരുമെന്ന് റവന്യൂ അധികൃതർ അറിയിച്ചു. റൂൾ 13A പ്രകാരം CC നോട്ടീസ് കക്ഷിക്ക് വെള്ളിയാഴ്ച നൽകുകയും 48 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം പുള്ളി ഒഴിയാത്ത സാഹചര്യത്തിൽ നേരിട്ട് വന്ന് ബിൽഡിങ്ങും സ്ഥലവും സർക്കാർ ഏറ്റെടുത്തിരിക്കുക. റദ്ദ് ചെയ്ത പട്ടയങ്ങളുടെ ഉടമസ്ഥാവകാശം തെളിയിക്കാൻ കൈവശക്കാർക്ക് 6 തവണ റവന്യൂ വകുപ്പ് അവസരം നൽകിയിരുന്നു. എന്നാൽ രേഖകൾ ഹാജരാക്കാതെ വന്നതോടെയാണ് നടപടി സ്വീകരിച്ചത്. അമൃത ന്യൂസ്, ഇടുക്കി. കോതമംഗലത്തെ TTC വിദ്യാർത്ഥി സോന എൽദോസിന്റെ ആത്മഹത്യയിൽ സുഹൃത്ത് റമീസ് അറസ്റ്റിൽ. ആത്മഹത്യാ പ്രേരണ, ശാരീരിക ഉപദ്രവം എന്നിവ ചുമത്തിയാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. റമീസും കുടുംബവും മതം മാറാൻ നിർബന്ധിച്ചുവെന്നും വീട്ടിൽ പൂട്ടിയിട്ട് ഉപദ്രവിച്ചെന്നും ഉൾപ്പെടെയുള്ള ഗുരുതരമായ ആരോപണങ്ങളാണ് സോനയുടെ ആത്മഹത്യാക്കുറിപ്പിലുള്ളത്. കോതമംഗലം സ്വദേശിനി 23-കാരിയായ സോന എൽദോസ് ശനിയാഴ്ചയാണ് ആത്മഹത്യ ചെയ്തത്. ജോലിക്ക് പോയ അമ്മ ബിന്ദു വൈകിട്ട് 3-ന് വീട്ടിൽ തിരിച്ചെത്തിയപ്പോഴാണ് സോനയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കോളേജ് കാലത്ത് സോനയും റമീസും തമ്മിൽ പ്രണയത്തിലായിരുന്നുവെന്നും
എന്നാൽ വിവാഹം കഴിക്കണമെങ്കിൽ മതം മാറണമെന്ന് റമീസും കുടുംബവും നിർബന്ധിച്ചുവെന്നും പറയുന്നു. അവർ ഞങ്ങളോട് പറഞ്ഞു മതം മാറണം, മതം മാറിയില്ല അവർ പള്ളിയിൽ നിന്ന് വെളിയിലാക്കും, മതം മാറിയാലാണ് കല്യാണം നടത്താൻ പറ്റുള്ളൂ. അപ്പം മോളും ഉണ്ടായിരുന്നു. മോളോട് ചോദിച്ചു മതം മാറാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു റമീസിനെ കല്യാണം കഴിക്കാൻ മതം മാറാൻ കുഴപ്പമില്ല, താല്പര്യമാണെന്ന് പറഞ്ഞു. അപ്പം ഞാനും മോനും ഉണ്ടായിരുന്നു. അപ്പോൾ മോൻ പറഞ്ഞു അപ്പൻ്റെ ആണ്ട് മെയ് മാസം ആകുമ്പോൾ കഴിയും, അത് കഴിഞ്ഞ് നമുക്ക് ആലോചിക്കാം. അവർ പറഞ്ഞു പൊന്നാനിയിൽ 2 മാസം പോയി മതം മറന്നില്ല. കഴിഞ്ഞ 1 വർഷം കഴിയുമ്പോൾ എല്ലാം നടത്താനും പറഞ്ഞ് സെറ്റായിട്ടിരുന്നായിരുന്നു. അന്നേരമാണ് ഇവനെ ഇമ്മോറൽ ട്രാഫിക്കിന് ലോഡ്ജിന്ന് പിടിക്കുന്നത്. അങ്ങനെ പിടിച്ചു കഴിഞ്ഞത് ഇവർ രഹസ്യമായിട്ട് ഇവളറിഞ്ഞത്. ഇവളറിഞ്ഞു കഴിഞ്ഞിട്ട് ഇവന്റെ വാപ്പാട് ഉമ്മയുടെ അടുത്ത് എന്നിട്ട് പറഞ്ഞ് ഇവനെയും കൂട്ടി ഇനി ഞാൻ മതം മാറില്ല, എൻ്റെ വീട്ടുകാർക്ക് ഇത്രയും ഇത് വേണം, അപ്പോൾ ഞാനെന്തിനാ നിങ്ങളുടെ സൈഡ് മാത്രം നിൽക്കണം, ഇവനിങ്ങനെ എന്നോട് തെറ്റ് ചെയ്തിട്ടെന്ന് പറഞ്ഞ് അവൾ മതം മാറി. ഇനി 2 മാസം അവളെ നേരെ കാറിൽ സ്റ്റാർട്ടാക്കി എടുത്തേക്കുക. നേരെ കാറിലേക്ക് വരാനാണെങ്കിൽ റൂം തുറന്നു തരാം, അല്ലാതെ റൂം തുറക്കില്ല എന്നും പറഞ്ഞ് അവർ ഭയങ്കരമായിട്ട് അവളെ ചൂഷണം ചെയ്തു. അതുകൂടാതെ അവളെ മർദ്ദിച്ചത് അതിൻ്റെ അവളുടെ മുഖത്ത് പാടുണ്ടായിരുന്നു. ആ പാടി കൂട്ടുകാരി ഇങ്ങനെയാന്ന് പറയുമ്പോഴാണ് കൂട്ടുകാരി കണ്ടുപിടിച്ചത്. ഞങ്ങളെ കാണിച്ചില്ല, അവളെ നേരെ കൂട്ടുകാരുടെ അടുത്തെത്തി. രജിസ്റ്റർ വിവാഹം നടത്താമെന്ന് പറഞ്ഞ് റമീസ് കൂട്ടിക്കൊണ്ടുപോയെന്നും എന്നാൽ വീട്ടിൽ പൂട്ടിയിട്ട് ഉപദ്രവിക്കുകയാണ് ഉണ്ടായതെന്നും ഇങ്ങനെ ചതിക്കപ്പെട്ട് ജീവിക്കാനാവില്ലെന്നും സോന ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നു. ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ മരിക്കാൻ റമീസ് സമ്മതം നൽകിയെന്നും വീട്ടിൽ ഇനിയും ഒരു ബാധ്യതയായി നിൽക്കാൻ താല്പര്യമില്ലെന്നും ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നു. സോനയുടെ പിതാവ് 3 മാസങ്ങൾക്ക് മുമ്പാണ് മരണമടഞ്ഞത്. കൂട്ടുകാരിയുടെ വീട്ടിൽ പോവുകയാണെന്ന് പറഞ്ഞാണ് സോന റമീസിനൊപ്പം വീട്ടിൽ നിന്നിറങ്ങിയത്. റമീസും കുടുംബവും ഉപദ്രവിച്ച കാര്യം സോന സുഹൃത്തിനോട് പറഞ്ഞിരുന്നുവെന്നും വീട്ടുകാർ പറയുന്നു. അമൃത ന്യൂസ്, കൊച്ചി. വിവാദ സർക്കുലറുമായി കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. വിഭജന ഭീതിയുടെ അനുസ്മരണ ദിനമായ ഓഗസ്റ്റ് 14 സർവകലാശാലകളിൽ വിപുലമായ പരിപാടികൾ സംഘടിപ്പിക്കാനാണ് നിർദ്ദേശം. മുഴുവൻ സർവകലാശാല വിസിമാർക്കും ഗവർണർ സർക്കുലർ നൽകിയിട്ടുണ്ട്. വിവിധ സെമിനാറും വിഭജന ഭീതി പ്രമേയമാക്കുന്ന നാടകങ്ങളും പൊതുജനങ്ങൾക്ക് കൂടി മനസ്സിലാക്കാൻ കഴിയുന്ന മട്ടിൽ സംഘടിപ്പിക്കണമെന്നാണ് സർവകലാശാല വൈസ് ചാൻസലർമാർക്ക് നൽകിയ സർക്കുലറിലുള്ള നിർദ്ദേശം. അർഹമായ പ്രാധാന്യത്തോടെ ഈ ദിവസം ഓർമ്മപ്പെടുത്തണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നുണ്ട്. രാജ്ഭവനിൽ ഉൾപ്പെടെയുള്ള പരിപാടികളിൽ കാവിക്കൊടിയേന്ത്യ ഭാരതാംബ ചിത്രം പ്രദർശിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദങ്ങൾക്ക് പിന്നാലെയാണ് ഗവർണറുടെ നീക്കം. സർവകലാശാലകളിലെ താൽക്കാലിക VC നിയമനവുമായി ബന്ധപ്പെട്ട തർക്കവും ഭരണപ്രതിസന്ധിയും പരിഹരിക്കാൻ സർക്കാർ ശ്രമം തുടരുന്നതിനിടയിലാണ് ഗവർണറുടെ ഉത്തരവ്. എല്ലാ വൈസ് ചാൻസലർമാരും വിദ്യാർത്ഥികളും ദിനാചരണത്തിൽ പങ്കെടുക്കണമെന്നാണ് സർക്കുലറിൽ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇന്ത്യ പാക് വിഭജനത്തിന്റെ പശ്ചാത്തലത്തിലാണ് വിഭജന ഭീതി ദിനം ആചരിക്കുന്നത്. 2021 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് വിഭജന ഭീതി ദിനം ആചരിക്കണമെന്ന് പ്രഖ്യാപിച്ചത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. വിഭജന ഭീതി ദിനം ആചരിക്കാൻ സർക്കുലർ നൽകിയ ഗവർണറെ രൂക്ഷമായി വിമർശിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സംസ്ഥാന സർക്കാരിനെ നോക്കുകുത്തിയാക്കി വിഭജന ഭീതി ദിനം ആചരിക്കണമെന്ന് VCമാർക്ക് സർക്കുലർ നൽകാൻ ഗവർണർക്ക് എന്ത് അധികാരമാണുള്ളതെന്ന് പ്രതിപക്ഷ നേതാവ് ചോദിച്ചു. സംസ്ഥാന സർക്കാരിന് സമാന്തരമായി ഗവർണർ തീരുമാനങ്ങൾ എടുക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് ഭരണഘടനാ വിരുദ്ധമാണ്. താൻ ഇപ്പോഴും വിഭജന രാഷ്ട്രീയത്തിന്റെ വക്താവായ RSSകാരനാണെന്നാണ് ഭരണഘടനാ പദവിയിലിരിക്കുന്ന വിശ്വനാഥ് ആർലേക്കർ കേരളത്തോട് വിളിച്ചു പറയുന്നത്. ഗവർണറുടെ ഈ നടപടി ഭരണഘടനാ വിരുദ്ധമാണ്. ഗവർണറുടെ വഴിവിട്ട നടപടികളിൽ മൗനം പാലിക്കാതെ മുഖ്യമന്ത്രി അഭിപ്രായം വ്യക്തമാക്കണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. വിഭജന ഭീതി ദിനം എന്ന് ആദ്യമായി കേൾക്കുകയാണെന്ന് മന്ത്രി V ശിവൻകുട്ടി. ഏതെങ്കിലും ദിനം ആചരിക്കാൻ നിർദ്ദേശിക്കാൻ ഗവർണർക്ക് അധികാരമില്ലെന്നും സമാന്തര ഭരണ സംവിധാനമായി മാറാനാണ് ശ്രമമെന്നും മന്ത്രി ആരോപിച്ചു. കൊച്ചി കലൂരിൽ കുടിവെള്ളം കിട്ടാതെ വലഞ്ഞ് ജനങ്ങൾ. ജലവിതരണം സംവിധാനം തകരാറിലായിട്ട് 10 ദിവസത്തിന് മുകളിലായി. വാട്ടർ അതോറിറ്റിയിലേക്ക് നാട്ടുകാർ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. 10 ദിവസത്തിലധികമായി കൊച്ചി നഗരത്തിന്റെ വിവിധ മേഖലകളിൽ കുടിവെള്ള വിതരണം നിലച്ചിരിക്കുകയാണ്. ആസാദ് റോഡ്, ആശ്രമം ലൈൻ, വൈലോപ്പിള്ളി റോഡ് തുടങ്ങിയ മേഖലകളിലൊന്നും വെള്ളമില്ല. പലതവണ പരാതിപ്പെട്ടെങ്കിലും വാട്ടർ അതോറിറ്റി തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇതോടെയാണ് പ്രതിഷേധം കടവന്ത്ര വാട്ടർ അതോറിറ്റി ഓഫീസിലേക്ക് എത്തിയത്. ഞങ്ങൾ 1 മാസത്തിൽ കൂടുതലായി ചെറുതായിട്ട് വെള്ളം വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഞങ്ങൾക്ക് ഒരു 15 ദിവസമായിട്ടൊരു തുള്ളി വെള്ളം വരുന്നില്ല. ഒരുപാട് പ്രാവശ്യം ഞങ്ങൾ ഇവിടെ വന്ന കംപ്ലൈൻറ്റ് കൊടുത്തിട്ട് പോലും ഒന്ന് തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. ഈ കടവന്ത്ര മേഖലയിൽ, അതുപോലെ തന്നെ കലൂർ, പൊന്നുരുന്നി, തമ്മനം, പൊന്നുരുന്നി ഭാഗങ്ങളിൽ, വെണ്ണല ഭാഗങ്ങളിൽ ഈ പ്രദേശങ്ങളിലാണ് കുടിവെള്ളക്ഷാമം അതിരൂക്ഷമായിരിക്കുന്നത്. ആലുവയിൽ നിന്ന് കൊച്ചി നഗരത്തിലേക്ക് വെള്ളം എത്തിക്കുന്ന പ്രധാന പൈപ്പ് പൊട്ടിയതാണ് പ്രശ്നത്തിന് കാരണം.
ഇത് പരിഹരിച്ച് ജലവിതരണം പുനഃസ്ഥാപിക്കുമെന്ന് ഉദ്യോഗസ്ഥർ ഉറപ്പു നൽകി. 9-ാം തീയതി പമ്പിങ്ങിൽ എല്ലാ ലൈനുകളിലും എയറാണ്. ടാങ്കറിലുള്ള കാര്യത്തിൽ ഞാനൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞു. അത് ഞങ്ങളുടെ വാട്ടർ അതോറിറ്റിയുടെ സീനിയർ ആയിട്ടുള്ള സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ, കൊച്ചി PH സർക്കിളിൻ്റെ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ, ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, ഇവരെല്ലാവരുടെയും ഒരു അനുമതിയും ഒരു ഡയറക്ഷനോട് കൂടി മാത്രമാണ് നമുക്കതിലൊരു തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ. വിഷയത്തിൽ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിനും ഇടപെട്ടു. ഇതോടെ താൽക്കാലികമായി നാട്ടുകാർ പ്രതിഷേധം അവസാനിപ്പിച്ചു. എത്രയും വേഗം പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ വീണ്ടും ശക്തമായ പ്രതിഷേധമുണ്ടാകുമെന്നാണ് നാട്ടുകാരുടെ മുന്നറിയിപ്പ്. അമൃത ന്യൂസ്, കൊച്ചി. ഡൽഹിയിൽ തെരുവുനായ നിയന്ത്രണത്തിൽ കടുത്ത ഉത്തരവുമായി സുപ്രീം കോടതി. ഡൽഹിയിലെ തെരുവുനായ്ക്കളെയെല്ലാം 8 ആഴ്ചയ്ക്കുള്ളിൽ ഷെൽട്ടറുകളിലേക്ക് മാറ്റാൻ കോടതി ഉത്തരവിട്ടു. നായ്ക്കൾക്ക് ഷെൽട്ടറുകൾ സജ്ജമാക്കാനും നിർദ്ദേശം നൽകി. നായ്ക്കളെ സംരക്ഷണ കേന്ദ്രങ്ങളിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ ഒരു കാരണവശാലും അവയെ തെരുവിലേക്ക് വിടരുതെന്നും കോടതി പറഞ്ഞു. തെരുവുനായ്ക്കളെ മാറ്റുന്നതിൽ വീഴ്ചയുണ്ടായാൽ കടുത്ത നടപടി നേരിടേണ്ടി വരുമെന്നും കോടതി മുന്നറിയിപ്പ് നൽകി. ഡൽഹിയിൽ പേവിഷബാധയേറ്റുള്ള മരണവും നായകളുടെ ആക്രമണവും വർദ്ധിച്ചതോടെയാണ് കോടതി സ്വമേധയാ വിഷയം പരിഗണിച്ചത്. ഇക്കാര്യത്തിൽ കേന്ദ്രത്തിന്റെ വാദം മാത്രമേ കേൾക്കൂവെന്നും നായസ്നേഹികളുടെയും മറ്റാരുടെയും ഹർജികൾ പരിഗണിക്കില്ലെന്നും കോടതി പറഞ്ഞു. തെരുവുനായകളെ ദത്തെടുക്കാൻ അനുവദിക്കില്ലെന്നും കോടതി വ്യക്തമാക്കി. ഗാസയിൽ മാധ്യമപ്രവർത്തകർക്ക് നേരെ ഇസ്രായേൽ ആക്രമണം. അൽ ജസീറയുടെ റിപ്പോർട്ടറും ക്യാമറാമാനും അടക്കം 5 പേർ കൊല്ലപ്പെട്ടു. അൽ-ഷിഫ ആശുപത്രിയുടെ പ്രധാന കവാടത്തിൽ മാധ്യമപ്രവർത്തകർക്കായുള്ള ടെന്റിലിരിക്കുമ്പോഴാണ് ആക്രമണമുണ്ടായതെന്ന് അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു. കറസ്പോണ്ടന്റായ അനസ് അൽ ഷെരീഫ്, മുഹമ്മദ് ഖ്രീഖ്, ക്യാമറാമാൻമാരായ ഇബ്രാഹിം സഹർ, മുഹമ്മദ് നൌഫൽ, മോമെൻ അലീവ എന്നിവരാണ് കൊല്ലപ്പെട്ടത്. അൽ-ഷിഫ ആശുപത്രി ഗേറ്റിന് സമീപം ഇവർ കഴിഞ്ഞിരുന്ന ടെന്റിന് നേരെയാണ് ആക്രമണമുണ്ടായത്. ഗാസ മുനമ്പിൽ സംഭവിക്കുന്നത് എന്ത് എന്ന് ലോകത്തെ അറിയിക്കാനുള്ള ഒരേ ഒരു ശബ്ദമായിരുന്നു മാധ്യമപ്രവർത്തകനായ അൽ ഷെരീഫിൻ്റേതെന്ന് അൽ ജസീറ അധികൃതർ പറയുന്നു. ഹമാസിന്റെ സായുധ വിഭാഗമായ ഒരു യൂണിറ്റിനെ നയിച്ചിരുന്നത് അൽ ഷെരീഫ് എന്നാണ് ഇസ്രായേലിന്റെ ആരോപണം. കൊല്ലപ്പെട്ട അൽ ഷെരീഫിനെ പത്രപ്രവർത്തകനായ വേഷം മാറിയ ഹമാസ് ഭീകരൻ എന്നാണ് ഇസ്രായേൽ വിശേഷിപ്പിച്ചത്. കൊല്ലപ്പെട്ട മറ്റു മാധ്യമപ്രവർത്തകരെക്കുറിച്ച് ഇസ്രായേൽ മൗനം പാലിച്ചു. ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഇസ്രായേൽ സൈന്യം ഏറ്റെടുത്തിട്ടുണ്ട്. മാധ്യമ സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള നഗ്നവും ആസൂത്രിതവുമായ ആക്രമണമാണിതെന്ന് അൽ ജസീറ പ്രസ്താവനയിൽ അറിയിച്ചു. ഗാസയിൽ ഇസ്രായേൽ യുദ്ധം ആരംഭിച്ചതിന് ശേഷം 230-ലധികം മാധ്യമപ്രവർത്തകരാണ് കൊല്ലപ്പെട്ടത്. അന്താരാഷ്ട്ര മാധ്യമപ്രവർത്തകരെ സ്വതന്ത്ര റിപ്പോർട്ടിംഗ് നടത്താൻ ഗാസയിലേക്ക് ഇസ്രായേൽ പ്രവേശിപ്പിച്ചിരുന്നില്ല. അതിനാൽ അവിടുത്തെ വാർത്തകൾക്ക് അൽ ഷെരീഫ് ഉൾപ്പെടെയുള്ള പ്രാദേശിക റിപ്പോർട്ടർമാരെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ സമീപിച്ചിരുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, അമൃത TV. തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹിയിലേക്ക് പറന്ന എയർ ഇന്ത്യ വിമാനം ചെന്നൈയിൽ അടിയന്തര ലാൻഡിംഗ് നടത്തിയതിൽ ഗുരുതര വീഴ്ചയെന്ന ആരോപണം. റൺവേയിൽ മറ്റൊരു വിമാനം ഉണ്ടായിരുന്നതായി കേരളത്തിൽ നിന്നുള്ള MP-മാർ പറഞ്ഞു. ആരോപണം തള്ളി എയർ ഇന്ത്യ രംഗത്തെത്തി. ഉന്നതതല അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. 160 യാത്രക്കാരുമായി തിരുവനന്തപുരത്ത് നിന്നും ഡൽഹിയിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യ വിമാനമാണ് സാങ്കേതിക തകരാറിനെ തുടർന്ന് ചെന്നൈ വിമാനത്താവളത്തിൽ അടിയന്തര ലാൻഡിംഗ് നടത്തിയത്. വിമാനത്തിൽ കേരളത്തിൽ നിന്നുള്ള MP-മാരുൾപ്പെടെ 5 MP-മാർ ഉണ്ടായിരുന്നു. KC വേണുഗോപാൽ, കൊടിക്കുന്നിൽ സുരേഷ്, അടൂർ പ്രകാശ്, K രാധാകൃഷ്ണൻ, തമിഴ്നാട് തിരുനെൽവേലിയിൽ നിന്നുള്ള റോബർട്ട് ബ്രൂസ് എന്നീ MP-മാരാണ് വിമാനത്തിലുണ്ടായിരുന്നത്. ചെന്നൈയിൽ 2 തവണ വിമാനം നിലത്തിറക്കാൻ ശ്രമിച്ചു. റൺവേയിൽ മറ്റൊരു വിമാനം ഉണ്ടായിരുന്നതിനാൽ ആദ്യ ശ്രമം പാളി. അരമണിക്കൂർ ചെന്നൈ വിമാനത്താവളത്തിന് മുകളിൽ പറന്ന ശേഷമാണ് ലാൻഡ് ചെയ്യാനായതെന്നാണ് MP-മാരുടെ ആരോപണം. എന്നാൽ ഈ ആരോപണങ്ങളെ എയർ ഇന്ത്യ തള്ളിയിട്ടുണ്ട്. സംഭവിച്ചത് ഗോ അറൗണ്ട് ആണെന്നാണ് എയർ ഇന്ത്യ നൽകുന്ന വിശദീകരണം. ചെന്നൈയിൽ അടിയന്തര ലാൻഡിംഗ് നടത്തിയതിനു ശേഷം യാത്രക്കാരെ മറ്റൊരു വിമാനത്തിൽ ഡൽഹിയിലെത്തിച്ചു. യാത്രക്കാരും വിമാന അധികൃതരും സുഖമായിരിക്കുന്നുവെന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാക്കി. അതേസമയം അന്വേഷണം വേണമെന്ന് KC വേണുഗോപാൽ MP ആവശ്യപ്പെട്ടു. സംഭവത്തിൽ ഉന്നതതല അന്വേഷണവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കൂടെയുള്ളവർ തന്നെ കുടുക്കാൻ ശ്രമിച്ചത് വേദനയുണ്ടാക്കിയെന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ചിറക്കൽ. വെള്ളി നാണയങ്ങൾക്ക് വേണ്ടി സഹപ്രവർത്തകനെ മരണത്തിലേക്ക് വരെ എത്തിക്കാൻ ശ്രമിച്ചവരുണ്ട്. അവർക്ക് കാലം മാപ്പ് നൽകട്ടെ എന്ന് KGM-CTA വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഡോക്ടർ ഹാരിസ് പറഞ്ഞു. അതേസമയം ഹാരിസിനെ കുടുക്കാൻ ശ്രമിച്ച DME-യെയും പ്രിൻസിപ്പലിനെയും സൂപ്രണ്ടിനെയും ഔദ്യോഗിക വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കി. കേരളം കൂടെ നിന്നപ്പോഴും ചില സഹപ്രവർത്തകർ ജയിലിൽ അയക്കാൻ ശ്രമിച്ചുവെന്ന് ഡോക്ടർ ഹാരിസ് ചിറക്കൽ പറഞ്ഞു. സാധാരണക്കാരന് വേണ്ടി സംസാരിച്ചപ്പോൾ ലോകം കൂടെ നിന്നുവെന്നും എന്നാൽ തന്നെ അറിയാവുന്നവർ പോലും സഹായിച്ചില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കീഴുദ്യോഗസ്ഥർ എന്ന നിലയിൽ നേരിട്ട് ചോദ്യം ചെയ്യാമായിരുന്നു. അതിന് പകരം വാർത്താസമ്മേളനം നടത്തിയതിൽ വിഷമമുണ്ടെന്നും ഒരു ഏറ്റുമുട്ടലിനില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഒന്നും ചോദിച്ചില്ല, ഒരു ക്ലാരിഫിക്കേഷനും ചോദിച്ചില്ല. ഫോണിൽ കൂടെ നേരിട്ടോ
അല്ലെങ്കിൽ ആരെങ്കിലും ഒരാളിനെ വിട്ടിട്ടോ എന്നിട്ട് നമുക്ക് ചോദിക്കാവുന്നതേ ഉള്ളൂ. എന്താണ് അവിടെ ഹാരിസ് അവിടെ സംഭവിക്കുന്നത്, ആരാണ് കയറുന്നത്, എന്താണ് എന്നുള്ളത് ഈ ലോകത്തിനോട് പറയുന്നതിന് മുമ്പേ ഒരു വാക്ക് എന്നോട് ചോദിക്കാമല്ലോ. ഉപകരണ മോഷണത്തിൽ ഡോക്ടർ ഹാരിസ് ചിറക്കലിനെ കുടുക്കാൻ ശ്രമിച്ച DMEയെയും പ്രിൻസിപ്പലിനെയും സൂപ്രണ്ടിനെയും ഡോക്ടർമാരുടെ സംഘടനയായ KGMCTA ഔദ്യോഗിക വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കാൻ തീരുമാനമായി. ഭരണപരമായ ചുമതലകൾ വഹിക്കുന്നവർ ഗ്രൂപ്പിൽ നിന്ന് പുറത്തുപോകണമെന്ന് അഭ്യർത്ഥിക്കുന്ന സന്ദേശം തിരുവനന്തപുരം യൂണിറ്റ് ഭാരവാഹികൾ വാട്സപ്പിൽ പോസ്റ്റ് ചെയ്തു. ഭരണത്തിലുള്ളവർ ഗ്രൂപ്പിലുണ്ടെന്നതിൽ അംഗങ്ങളിൽ പലരും എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു. ഭരണപരമായ ചുമതലകൾ അവസാനിക്കുമ്പോൾ ഇവരെ വീണ്ടും ഗ്രൂപ്പിൽ ചേർക്കാമെന്നും സന്ദേശത്തിലുണ്ട്. ഉപകരണ മോഷണത്തിൽ തന്നെ കുടുക്കാൻ ശ്രമിക്കുന്നതായും സംഘടന സഹായിക്കണമെന്നും ഡോക്ടർ ഹാരിസ് അഭ്യർത്ഥിച്ചത് ഇതേ ഗ്രൂപ്പിലാണ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കോഴിക്കോട് വയോധികയെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് കവർച്ച നടത്തിയ കേസിലെ പ്രതി പിടിയിൽ. UP ഗാസിയാബാദ് സ്വദേശി മുഹമ്മദ് സൈഫ് അസ്ഗർ അലി ചൗധരിയാണ് കാസർഗോഡ് വെച്ച് കോഴിക്കോട് റെയിൽവേ പോലീസിന്റെ പിടിയിലായത്. നിരവധി കേസുകളിൽ പ്രതിയാണ് പിടിയിലായതെന്ന് പോലീസ് പറഞ്ഞു. തൃശൂർ സ്വദേശിനിയായ 64-കാരിയെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് പണമടങ്ങിയ ബാഗുമായി കടന്ന പ്രതിയെ മംഗലാപുരത്തേക്കുള്ള യാത്രക്കിടയിൽ കാസർഗോഡ് നിന്നാണ് റെയിൽവേ പോലീസിന്റെ പ്രത്യേക സംഘം RPFന്റെ സഹായത്തോടെ അറസ്റ്റ് ചെയ്തത്. ഉത്തർപ്രദേശ് സ്വദേശി മുഹമ്മദ് സൈഫ് അസ്ഗർ അലി ചൗധരിയാണ് പിടിയിലായത്. വയോധികയുടെ കയ്യിൽ നിന്ന് കവർന്ന പണവും ആധാർ, ബാങ്ക് കാർഡുകളും ഇയാളിൽ നിന്ന് കണ്ടെടുത്തു. ആയുധം കൈവശം വെച്ചതിനും മയക്കുമരുന്ന് കച്ചവടം, വഞ്ചന തുടങ്ങി 30 കേസുകളിലും പ്രതിയായ ഇയാൾ മഹാരാഷ്ട്രയിലും മറ്റുത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലുമായി ട്രെയിനുകളിൽ മാത്രമുള്ള 20-ലധികം മോഷണ കേസിലെ പ്രതി കൂടിയാണ്. കോഴിക്കോട് നിന്ന് കവർച്ച നടത്തിയതിന് പിന്നാലെ തീവണ്ടിയിൽ നിന്ന് ചാടിയിറങ്ങിയ പ്രതി പിന്നാലെ എത്തിയ അന്ത്യോദയ എക്സ്പ്രസിൽ കയറി മംഗലാപുരത്തേക്ക് രക്ഷപ്പെടുകയായിരുന്നു. അവിടെ നിന്ന് പൂനെയിലേക്കുള്ള തീവണ്ടിയിൽ കയറി. പനവേലിൽ ഇയാൾ തീവണ്ടി ഇറങ്ങുന്നതിന്റെ ദൃശ്യം അവിടെയുള്ള CCTV ദൃശ്യങ്ങളിലും ലഭിച്ചിട്ടുണ്ട്. CCTV ദൃശ്യങ്ങൾ പിന്തുടർന്ന് സംഘം പനവേൽ വരെ എത്തിയിരുന്നു. തുടർന്ന് പ്രതി തിരികെ കേരളത്തിലേക്ക് തന്നെ കടന്നതായി സ്ഥിരീകരിച്ചതോടെ പോലീസ് ഇയാളെ പിന്തുടർന്ന് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. അമൃത ന്യൂസ്, കോഴിക്കോട്. ട്രെയിൻ യാത്രക്കാരെ വടികൊണ്ടടിച്ചിട്ട് മോഷണം നടത്തിയിരുന്ന 6-അംഗ സംഘം പിടിയിൽ. ആലുവ, പെരുമ്പാവൂർ, മലപ്പുറം സ്വദേശികളെയാണ് റെയിൽവേ പോലീസ് പിടികൂടിയത്. അറസ്റ്റിലായവരിൽ പ്രായപൂർത്തിയാകാത്ത ഒരാളുമുണ്ട്. റെയിൽവേ സ്റ്റേഷന് സമീപം ട്രെയിനിന്റെ വേഗത കുറയുമ്പോൾ വാതിലിനടുത്ത് നിൽക്കുന്നവരെ വടികൊണ്ടടിച്ച് മോഷണം നടത്തി വന്ന സംഘമാണ് പിടിയിലായത്. അടികൊണ്ട് വീഴുന്നവരുടെ മൊബൈൽ ഫോണുകളും മറ്റുമാണ് ഇവർ കവർന്നിരുന്നത്. കഴിഞ്ഞ ദിവസം അടികൊണ്ട് ട്രെയിനിൽ നിന്നും വീണ യുവാവിന് പരിക്കേറ്റിരുന്നു. ആലുവ പാലത്തിനടുത്ത് ട്രെയിൻ വേഗത കുറച്ചപ്പോഴായിരുന്നു ആക്രമണം. യാത്രക്കാരന്റെ കൈവശമുണ്ടായിരുന്ന ഐഫോണും പണവും ഇയർബഡും ഇവർ മോഷ്ടിച്ചിരുന്നു. പരിക്കേറ്റ യുവാവിന്റെ പരാതിയിൽ റെയിൽവേ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് 6-അംഗ സംഘം പിടിയിലായത്. ആലുവ, പെരുമ്പാവൂർ, മലപ്പുറം എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ് പിടിയിലായത്. അറസ്റ്റിലായവരിൽ ഒരാൾ പ്രായപൂർത്തിയാകാത്ത ആളാണ്. പ്രതികളെ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചു. അമൃത ന്യൂസ്, കൊച്ചി. സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പിന്റെ കോഴിക്കോട് ജില്ലയിലെ ഓണാഘോഷം മാവേലിക്കസ് 2025 എന്ന പേരിൽ സംഘടിപ്പിക്കും. ഓണം വാരാഘോഷത്തിന്റെ ഭാഗമായുള്ള പരിപാടികൾ ഓഗസ്റ്റ് 31 തുടങ്ങുമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. വിനോദസഞ്ചാര വകുപ്പ്, കേരള ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജ്, ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ എന്നിവയുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. പൂക്കള മത്സരത്തോടെയാണ് പരിപാടികൾ ആരംഭിക്കുക. നഗരം മികച്ച രീതിയിൽ ദീപാലങ്കൃതമാക്കും. 7 ദിവസം നീണ്ടു നിൽക്കുന്ന ഓണാഘോഷത്തിൽ 9 വേദികളിലായി 50ഓളം കലാകാരന്മാർ പരിപാടികൾ അവതരിപ്പിക്കും. മാവേലിക്കസ് ആപ്പിലൂടെ പരിപാടികളുടെ വിവരങ്ങൾ ലഭ്യമാകും.